മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര റദ്ദാക്കി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് യാത്ര ഒഴിവാക്കിയത്. അവസാന നിമിഷം വരെ അനുമതി നൽകുമെന്ന് പ്രതീക്ഷിച്ച് വീണ ജോർജ് വിമാനത്താവളത്തിൽ കാത്തുനിൽക്കുകയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയുമായി, അതായത് യാത്രയ്ക്കുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയാണ് യാത്ര റദ്ദാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, വീണ ജോർജ് യാത്ര വേണ്ടെന്ന് വെച്ചു എന്നാണ്, പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ല എന്നുള്ള കാരണത്താൽ. നികേഷ്, ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് രണ്ട് പ്രതിനിധികളെ കുവൈറ്റിലേക്ക് അയക്കുന്നതിനായി തീരുമാനിച്ചത്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവരെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചതും ഇന്ന് യാത്രയ്ക്കായി തയ്യാറായി മന്ത്രി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല. അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവസാന മണിക്കൂർ വരെയും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും അനുമതി നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അത് ക്ലിയറൻസ് കിട്ടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം കുവൈറ്റിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ കുവൈറ്റ് യാത്ര അത് കേന്ദ്ര നിലപാട് മൂലം മുടങ്ങിയിരിക്കുകയാണ്. ദുരന്ത സാഹചര്യത്തിലാണ് കേന്ദ്രം അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതായാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കുവൈറ്റിലെത്തിയിരുന്നു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. നാളെ രാവിലെ 8:30 മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്യും, എറണാകുളത്ത് ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റുവാങ്ങുന്നതിനായി കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മറ്റു മന്ത്രിമാരായ രാജീവും ഒക്കെ അല്പസമയത്തിനകം കൊച്ചിയിലേക്ക് പോവുകയും ചെയ്യും. ഒരുപക്ഷെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് നാളെ എറണാകുളത്ത് നിന്ന്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാക്കി ഒരുപക്ഷെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ തന്നെയും വ്യക്തതയായിട്ടുണ്ട്, ഏതാണ്ട് വ്യക്തതയായിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വ്യക്തതയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. 12 പേർ ICUവിലുണ്ട് എന്നാണ് നേരത്തെ നോർക്ക CU അറിയിച്ചിട്ടുള്ളത്. അവർക്ക് അവിടെ തന്നെ ചികിത്സ നൽകുകയാണോ അതോ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ വീണ ജോർജ് പോയിരുന്നെങ്കിൽ വ്യക്തത വരുമായിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ എന്താണ് ആലോചിക്കുന്നത്? അലമീൻ, ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയെ തന്നെ അത്തരത്തിൽ കുവൈറ്റിലേക്ക് അയക്കുന്നതിനൊരു കാരണവും ഇതായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന മലയാളികളുടെ ആരോഗ്യാവസ്ഥയും സാഹചര്യവും നോക്കി ചികിത്സ അവിടെ തുടരണമോ, ആശുപത്രി മാറ്റേണ്ടതുണ്ടോ, മറ്റാരെങ്കിലും അവിടെ നിന്ന് ആരോഗ്യാവസ്ഥ അനുവദിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കോ കൊണ്ടുവന്ന് ചികിത്സ നൽകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നേരിട്ട് കാര്യങ്ങൾ പോയി കണ്ട് ബോധ്യപ്പെട്ട് നടപടി സ്വീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ തന്നെ അവിടേക്ക് ആ പ്രതിനിധിയായി അയക്കാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും നോർക്കയുടെയൊക്കെ ഇടപെടലോടുകൂടി ഏതാണ്ട് ഒരു ധാരണയിലായിരുന്നു. അപ്പോൾ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്നതിനോടൊപ്പം തന്നെ സർക്കാർ മുന്നിൽ കണ്ടിരുന്നത് ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് അവരുടെ ചികിത്സ, അവരുടെ നിലവിലെ സാഹചര്യം, അവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടി ഒരു തീരുമാനം വേണ്ടതുണ്ട്. അതിന് ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും IAS തലത്തിലുള്ള ഉദ്യോഗസ്ഥരും അവിടെ പോയി കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് തുടർ നടപടി എന്ന നിലയിൽ കൂടിയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതും ഇപ്പോൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്രത്തിന്റെ നടപടി മൂലം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കുവൈറ്റിൽ പരിക്ക് പറ്റിയ ആളുകൾക്ക് ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിരവധി ആളുകൾ, അത് മലയാളികളാണ്. മാത്രമല്ല ഇനി അപകടത്തിന്റെ തോത്, മരണത്തിന്റെ കണക്കൊക്കെ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. പരിക്ക് പറ്റിയ ആളുകളുടെ കുടുംബാംഗങ്ങളൊക്കെ വലിയ ആശങ്കയിലുമാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി അവിടെ എത്തുകയും അവരുടെ സാഹചര്യം നേരിട്ട് ബോധ്യപ്പെടുകയും അത് കുടുംബാംഗങ്ങളെ നാട്ടിലേക്ക് അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെയും ഒരു പരിധിവരെ ആശ്വസിപ്പിക്കാനാകുമെന്നുള്ളതായിരുന്നു സർക്കാർ മുന്നിൽ കണ്ടിരുന്നത്. എന്നാലും ആ നീക്കവും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനി നാളെയോ മറ്റേതെങ്കിലും തരത്തിൽ അനുമതി കേന്ദ്രം നൽകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഏതായിരുന്നാലും ഇന്ന് 9:00 കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പോകാനായിരുന്നു തീരുമാനം. ഇന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത് ഉടനടി മന്ത്രിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥനും കുവൈറ്റിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഫ്ലൈറ്റുകളുടെ അവൈലബിലിറ്റി, ലഭ്യത നോക്കിയപ്പോൾ കൊച്ചിയിൽ നിന്ന് രാത്രിയുള്ള വിമാനമാണ് കുവൈറ്റിലേക്കുള്ളത്. അത് കണക്കാക്കിയാണ് ടിക്കറ്റ് എടുത്തതും അവിടേക്ക് പോകാൻ മന്ത്രിയും മറ്റും തീരുമാനിച്ചതും. പക്ഷേ ഏതായാലും പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ നൽകിയില്ല. അതിന്റെ ഭാഗമായിട്ട് യാത്ര മുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും മരിച്ചവരുടെ മൃതദേഹം നാളെ രാവിലെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ലഭിക്കുന്ന വിവരങ്ങൾ ആ നിലയിലാണ്. ഇപ്പോൾ വ്യക്തമാണ്. അലമീനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര റദ്ദാക്കി. കേന്ദ്രാനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് യാത്ര ഒഴിവാക്കിയത്. അവസാന നിമിഷം വരെ അനുമതി നൽകുമെന്ന് പ്രതീക്ഷിച്ച് വീണ ജോർജ് വിമാനത്താവളത്തിൽ തുടർന്നിരുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം യാത്ര ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു.